ഷാനിക്കുട്ടി എബ്രഹാം, KPCC നേതൃപദവിയിൽ മാറ്റം നമുക്ക് ഉറപ്പിക്കാം. ഇക്കാര്യത്തിൽ അടൂർ പ്രകാശ് തന്നെയാകും സ്വാഭാവിക ചോയ്സ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം സാമുദായിക ബാലൻസ് തെറ്റില്ല, ഇപ്പോഴത്തെ അതേ നില സാമുദായികമായി തുടരാൻ കഴിയും. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ ബാലൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നിരിക്കെ, പ്രത്യേകിച്ച് അടൂർ പ്രകാശിന്റെ തെക്കൻ കേരളത്തിലെ സ്വാധീനവും കൂടി കണക്കിലെടുത്താൽ, വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള അടുത്ത ബന്ധമടക്കം കണക്കിലെടുത്താൽ ഒരു നാച്ചുറൽ ചോയ്സായ അടൂർ പ്രകാശ് പുതിയ KPCC പ്രസിഡന്റ് ആകുമെന്ന് കരുതാമോ? ഇപ്പോഴീ ഒരു സാഹചര്യത്തില് അടൂർ പ്രകാശിനെയും ബെന്നി ബെഹനാനെയും ആണ് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്ന് പറയുന്നത് പോലും 100% ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതൊരു തുടക്കത്തിലുള്ള ഒരു ചർച്ച എന്നതിനപ്പുറത്തേക്ക് ഈ രണ്ടുപേരിലേക്ക് സീറോ ഇൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നീട് താങ്കൾ പറഞ്ഞ ഒരു കാര്യം, അടൂർ പ്രകാശിന്റെ സ്വാധീനം, അദ്ദേഹത്തിന് വെള്ളാപ്പള്ളി നടേശനുമായുള്ള ബന്ധം. ഇനി അടൂർ പ്രകാശല്ല, ദൈവം തമ്പുരാൻ വന്ന് നമ്മുടെ വെള്ളാപ്പള്ളിയോട് പറഞ്ഞിട്ട് അദ്ദേഹം കോൺഗ്രസിനോടുള്ള അല്ലെങ്കിൽ LDFിനോടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തോടുള്ള നിലപാടുകളിലൊന്നും മാറ്റം വരുമെന്നോ ഞാൻ കരുതുന്നില്ല. പിന്നീട് രണ്ട് സാഹചര്യങ്ങൾ. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈഴവ സമൂഹം കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്നോ, വിട്ടുപോകുന്നോ, അല്ലെങ്കിൽ BJPയിലേക്ക് പോകുന്നു. അതുകൊണ്ട് അവരെ ആകർഷിക്കുന്നതിന് ആ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ പ്രസിഡന്റാക്കുക. ഇപ്പോ സുധാകരൻ പോയി കഴിയുമ്പോൾ മറ്റൊരു ഈഴവ നേതാവ് വരിക എന്നുള്ള ഒരു തീരുമാനം, അതാണ് പിന്നെ ഇതിന് കാരണമായിട്ട് പറഞ്ഞത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഈഴവ സമുദായത്തിൽ നിന്ന് കോൺഗ്രസിന് കാര്യമായ വോട്ടൊന്നും ലഭിക്കാറില്ല പണ്ടും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു CPM വോട്ടുകളാ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. പലപ്പോഴും നമ്മൾ കോൺഗ്രസ് ഈ ജാതീയമായ സമവാക്യങ്ങൾ നോക്കുമ്പോൾ അതൊക്കെ പരിഗണിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ അടൂർ പ്രകാശിന്റെ പേര് വളരെ സജീവമായിട്ടും ശക്തമായിട്ടും വരുന്നത്. മറ്റൊന്ന് ബെന്നി ബെഹനാനാണ്. ബെന്നി ബെഹനാനെ ഉദ്ദേശിക്കുന്നതിന്റെ പിന്നിലും ക്രൈസ്തവ താല്പര്യങ്ങളാണ്. ഇപ്പോ ക്രൈസ്തവരുടെ ഭാഗത്തു നിന്ന് BJPയിലേക്ക് ഒഴുക്കുന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിൽ ചെറിയ തോതിലുള്ള ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തൃശ്ശൂരിലൊക്കെ അതാണ് സംഭവിച്ചത്. ക്രൈസ്തവരുടെ വോട്ട് കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ജയിക്കുന്നത്. അപ്പോ ഇതൊരു ഏതാണ്ടൊരു വോട്ട് ബാങ്കായിട്ട് കേരള കോൺഗ്രസിന്റെ കത്തോലിക്ക ബെൽറ്റിലുള്ള കേരള കോൺഗ്രസിന്റെ വോട്ട് കഴിഞ്ഞാല് ഇതൊരു വോട്ട് ബാങ്കായിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ട് നിന്നവരാണ് ക്രൈസ്തവര്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ. പക്ഷേ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഷാനിക്കുട്ടി എബ്രഹാം. ഒന്ന്, ഇപ്പൊ പഴയ എ ഗ്രൂപ്പിന്റെ നേതാവ് എന്ന പരിഗണന ബെന്നി ബെഹനാനുണ്ടോ? പക്ഷേ എ ഗ്രൂപ്പ് ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം വളരെ ദുർബലമാണ്. പഴയ എ ഗ്രൂപ്പ് നേതാക്കൾ എല്ലാവരും ഒരുമിച്ചല്ല എന്നൊരു പ്രശ്നം ബെന്നി ബെഹനാനെ സംബന്ധിച്ചുണ്ട്. രണ്ടാമത്തേത്, ഇപ്പൊ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ വരുന്നതായിരിക്കും കോൺഗ്രസിന്റെ സ്വാഭാവിക വോട്ട് ബേസിന് സ്ട്രെങ്തൻ ചെയ്യുക. ഇതിപ്പോ അദ്ദേഹം ആ വിഭാഗത്തിൽ നിന്നുള്ള ആളല്ല എന്നൊരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരു ക്രൈസ്തവ പരിഗണനയാണ് എങ്കിൽ അത് മറ്റൊരാളാവാനല്ലേ സാധ്യത? അല്ല, ഇപ്പോ അഭിലാഷ് പറഞ്ഞ ഒരു കാര്യം നടന്നാൽ ശരിയാ. കാരണം കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാള് KPCC തലപ്പത്തേക്ക് വരുന്നത് നല്ലതാണ്. പക്ഷെ PT ചാക്കോയ്ക്കും KM ചാണ്ടിക്കും ശേഷം അങ്ങനെ ഒരാളില്ല. കത്തോലിക്ക സഭ വിഭാഗത്തിൽ നിന്ന് അങ്ങനെ ഒരു നേതാവിനെ നമുക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. പിന്നെ എ ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യം അല്ലെങ്കിൽ പിന്തുണ എന്ന് പറഞ്ഞല്ലോ, നമ്മള് ചില വിലയിരുത്തലുകൾ എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം I ഗ്രൂപ്പാണ് വാസ്തവത്തിൽ ശിഥിലമായി പോയത്. KC വേണുഗോപാലിന്റെ കൂടെ കുറച്ചുപേര്, സതീശന്റെ കൂടെ ബാക്കി കുറെ ആളുകള്, രമേശിന്റെ കൂടെ. പക്ഷേ ഈ എ ഗ്രൂപ്പ് ഇപ്പൊ സജീവമല്ല, അത് ഏതാണ്ട് നിശബ്ദമായിട്ട് നിൽക്കുക. പക്ഷെ എ ഗ്രൂപ്പ് വികാരം ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ വന്നിട്ടുള്ളൊരു മാറ്റം ചെറുപ്പക്കാരായ ആളുകൾ, അതായത് നമ്മുടെ പിന്നെ വടകര പിന്നെ MP, പിന്നെ അതുപോലെ തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെ എ ഗ്രൂപ്പിന്റെ യുവമുഖമായിരുന്ന ഒരു നല്ല ശതമാനം ആളുകൾ ഇപ്പോഴ് ഒരുപക്ഷെ സതീശനോടോ അല്ലെങ്കിൽ നമ്മുടെ KC വേണുഗോപാലിനോടൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഒരു സെമി കേഡർ സ്വഭാവം പുലർത്തുന്ന ഒരു പാർട്ടിയാണ്. ആ വികാരം ഇപ്പോഴും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ പിന്നെ ബെന്നി ബെഹനാനെ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചാൽ അവരാരും എതിർക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെയാണ് ഘടകങ്ങൾ. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നത് അഭിലാഷേ, കേരളത്തിലെ കോൺഗ്രസിലെ ഈ മാറ്റം ഒരുപക്ഷെ മാറ്റം വന്നേക്കും. മാറ്റം വരണം എന്നുള്ളത് കനകോലു മുതലായ ആളുകളുടെ എല്ലാം ഒരേപോലെയുള്ള ഒരു ആവശ്യമാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയിൽ
നമ്മുടെ സുധാകരനെ എത്രത്തോളം ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് സംശയമുണ്ട്. അപ്പം അല്ല, ഈ കനുകോലൂർ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ കത്തോലിക്ക പരിഗണനയും കനുകോലൂർ റിപ്പോർട്ടും യുവത്വവും എല്ലാം കൂടി പരിഗണിച്ചാണ്. നേരത്തെ റോജി എം ജോണിന്റെ പേര് വരെ പരിഗണനയിൽ വന്നിരുന്നു. വളരെ ജൂനിയർ ആണ് പാർട്ടിയിൽ. പക്ഷേ അതുപോലെയുള്ള അല്ലെങ്കിൽ സണ്ണി ജോസഫിന്റെ പേര് അതുപോലെയുള്ള ഓപ്ഷനിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അതാണ് ഈ സണ്ണി ജോസഫിന്റെ പേരാണ് ഒരു കത്തോലിക്ക ഒരു ഘടകം അതിനകത്ത് വന്നത്. റോജി എം ജോണിന്റെ പേര് വളരെ സജീവമായിരുന്നു കേട്ടോ. പക്ഷെ റോജി എം ജോൺ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹം തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ വന്നപ്പോൾ പറഞ്ഞു, എന്നെ തൽക്കാലം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കരുത്, ഞാൻ അതിനൊന്നും ആയിട്ടില്ല, ഞാൻ അതിന് അർഹരാണോ അല്ലയോ എന്നുള്ളതല്ല, ഞാൻ ആ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരത്തക്ക രീതിയിൽ എനിക്കൊരു സീനിയോറിറ്റി കൈവന്നിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയായ ഒരു മനസ്സിലാക്കലാണെന്നാണ് തോന്നുന്നത്. പക്ഷേ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇപ്പൊ മാണി ഗ്രൂപ്പ് അപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരു കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് ഒരാൾ എന്ന ഒരു ഘടകമുണ്ട്. പക്ഷേ അതിന് പറ്റിയ ഒരാള് നേതൃത്വം കോൺഗ്രസിലില്ല എന്നുള്ളതാണ്. എന്തായാലും കുറച്ച് ദിവസം കൂടി കാത്തിരിക്കാം. കെ സുധാകരൻ മാറുമ്പോൾ ആരും അടൂർ പ്രകാശാണോ ബെന്നി ബെഹനാനാണോ ഇനി സർപ്രൈസ് ആയി മറ്റൊരാൾ വരുമോ എല്ലാം നമുക്ക് കാത്തിരിക്കേണ്ട കാര്യം. ചർച്ചകളൊക്കെ ഈ സാമുദായിക സമവാക്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് എന്നുള്ളതാണ്. ഇപ്പൊ കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നപ്പോൾ സംഘാടന മികവ് ഉള്ള ഒരാൾ വരുന്നു എന്നൊരു ആവേശമാണ് അണികൾക്കുണ്ടായിരുന്നത്. തീർച്ചയായും കോൺഗ്രസ് പക്ഷേ കമ്മ്യൂണൽ ബാലൻസ് നോക്കുന്ന പറയുന്നത്. കാരണം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നയിക്കുന്ന നേതാക്കൾ അല്ലെങ്കിൽ ആ മുഖമായി നിൽക്കുന്ന നേതാക്കൾ എല്ലാം ഒരു സമുദായത്തിൽ നിന്നാണ് എന്ന ഒരു എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിക്കാവുന്ന നേതാക്കളെല്ലാം ഒരു സമുദായത്തിൽ നിന്നാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ അപ്പുറത്ത് ഒരാൾ വേണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സ്വാഭാവിക കോൺഗ്രസ് ചിന്തയാണ്. കോൺഗ്രസ് അങ്ങനെ അത്തരം ബാലൻസിങ് നോക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളതുകൊണ്ട് അപ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കുമ്പോൾ ആ തലപ്പൊക്കമുള്ള ഒരു നേതാവ് അപ്പുറത്തുണ്ടെങ്കിലല്ലേ സംഘടനയെ കുറച്ചുകൂടി കർക്കശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും എന്തായാലും എന്താണ് കോൺഗ്രസ് തീരുമാനിക്കുക എന്നുള്ളത് ആ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. നമുക്ക് കാത്തിരിക്കാം.